Hello and welcome to part 2 of the video on AS28. Let's look into the objective of the standard as mentioned in AS28. If you look at the slide, the second sentence of the slide, it says an asset is said to be impaired if its carrying amount. We already have discussed what is carrying amount. That is a book value is greater than the amount to be recovered either by way of using the asset in its business or by selling the asset. രണ്ട് കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ബേസിക് ആയിട്ടും പറയുന്നത് നമ്മൾ ഇമ്പയർമെന്റിന്റെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ ഇമ്പയർമെന്റ് എന്നുള്ളത് പറഞ്ഞിരുന്നു. ഇക്വേഷൻ വാസ് ഇമ്പയർമെന്റ് ഇസ് ഈക്വൽ ടു ക്യാരിയിങ് വാല്യൂ ഓഫ് അസറ്റ് മൈനസ് റിക്കവറബിൾ വാല്യൂ. അപ്പം അതിനകത്ത് ക്യാരിയിങ് വാല്യൂ ഓൾറെഡി നമ്മൾ പറഞ്ഞു. എന്താണ് ബുക്ക് വാല്യൂ ഓഫ് ദ അസറ്റിനെയാണ് നമ്മൾ ക്യാരിയിങ് വാല്യൂ എന്ന് പറയുന്നത്. ഇനി ആ കോണ്ടെക്സ്റ്റിൽ ഇപ്പൊ ഈ പെർട്ടിക്കുലർ സെന്റൻസ് ഒന്ന് നോക്കിക്കേ. ആൻ അസറ്റ് ഇസ് സെഡ് ടു ബി ഇമ്പയർഡ്. എപ്പോഴാണ് ഇമ്പയർഡ് ആയിട്ട് പറയുന്നത്? അതായത് ലോസ് ഓഫ് വാല്യൂ ഉണ്ട് എന്ന് പറയുന്നത് എപ്പോഴാണ്? ഇഫ് ഇറ്റ്സ് ക്യാരിയിങ് എമൗണ്ട്, ദാറ്റ് ഇസ് ദ ബുക്ക് വാല്യൂ, കറക്റ്റ്, ക്യാരിയിങ് എമൗണ്ട്, that is the book value, is greater than the amount to be recovered either by way of using the asset in its business. എങ്ങനെയാവാം? ഒന്നുകിൽ യൂസേജ് കൊണ്ടാവാം. യൂസേജ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ എന്ത് പറഞ്ഞത്? വാല്യൂ ഇൻ യൂസ് എന്നുള്ളൊരു ടെർമിനോളജി നമ്മൾ പഠിച്ചത്. ഗ്രേറ്റർ ദാൻ ദ എമൗണ്ട് ടു ബി റിക്കവേർഡ് ഐദർ ബൈ വേ ഓഫ് യൂസിങ് ദ അസറ്റ് ഇൻ ഇറ്റ്സ് ബിസിനസ്. അപ്പോൾ വാല്യൂ ഇൻ യൂസിനെക്കാട്ടിലും കൂടുതലാകുകയോ ഓർ ബൈ സെല്ലിംഗ് ദ അസറ്റ്. സെല്ലിംഗ് ദ അസറ്റിനാണ് നമ്മൾ NSP പറഞ്ഞത്, നെറ്റ് സെല്ലിംഗ് പ്രൈസ് പറഞ്ഞത്. അപ്പം നെറ്റ് സെല്ലിംഗ് പ്രൈസോ വാല്യൂ ഇൻ യൂസിനേക്കാട്ടിലും കൂടുതലാണ് നമ്മുടെ ബുക്കിൽ എഴുതിയിരിക്കുന്ന വിലയെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആ അസറ്റ് ഇസ് സെഡ് ടു ബി ഇമ്പയർഡ്. ദാറ്റ് അസറ്റ് ഇസ് സെഡ് ടു ബി ഇമ്പയർഡ്. ഐ വിൽ റിപ്പീറ്റ്. an asset is said to be impaired എപ്പോഴാണ്? ഞാൻ എൻ്റെ ബുക്കിൽ എഴുതിയിരിക്കുന്ന വില ആ അസറ്റ് ഉപയോഗിച്ച് കിട്ടാവുന്ന വിലയും വിറ്റാൽ കിട്ടാവുന്ന വിലയും രണ്ടിനേക്കാട്ടിലും കൂടുതലാണ് എൻ്റെ ബുക്സിലുള്ള വിലയെങ്കിൽ ദാറ്റ് അസറ്റ് ഇസ് സെഡ് ടു ബി ഇമ്പയർഡ്. അപ്പോൾ എനിക്കിപ്പം ആ അസറ്റിന് നേരത്തെ ഞാൻ പറഞ്ഞൊരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു. 10,000 is the book value. Now, if that particular asset has the potential of generating revenue of more than 10,000 in future, then there is no impairment. 10,000-ൽ കൂടുതൽ ആ അസറ്റ് കൊണ്ട് വാല്യൂ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ there is no impairment because your book value is only 10,000 and your value in use is greater than 10,000. അപ്പോൾ അവിടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് വാല്യൂ ഇൻ യൂസ്. ഇപ്പോൾ സപ്പോസ് വാല്യൂ ഇൻ യൂസ് ആയിട്ട് എനിക്ക് തന്നിരിക്കുന്നത് ഇറ്റ് ഇസ് സെഡ് as 9,000 എന്ന് വിചാരിക്കുക. ഓക്കെ, so we compare with current value, book value, that is the carrying amount, minus ഇപ്പൊ ഇതിൻ്റെ അകത്ത് പറഞ്ഞ ഏതായിരുന്നു? ഇപ്പൊ നമ്മൾ പറഞ്ഞ 9,000 എന്ന് പറയുന്നത് എന്തായിരുന്നു? that was your value in use. so 10,000 minus 9,000 എന്ന് വരുമ്പോൾ ബുക്ക് വാല്യൂ കൂടിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇമ്പയർമെന്റ് ഉണ്ട്. പക്ഷെ നമ്മൾ ആ ഒരു ആസ്പെക്ട് മാത്രമല്ല കമ്പയർ ചെയ്യേണ്ടത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉടനെ എന്തുകൂടെ നോക്കണം? നെറ്റ് സെല്ലിംഗ് പ്രൈസ് കൂടെ നോക്കണം. നെറ്റ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ അസറ്റ് ഇപ്പോൾ വിറ്റാൽ, ഓക്കെ, ആ വിൽക്കുന്നതിനുണ്ടാവുന്ന ചെലവുകൾ കുറച്ച് കഴിഞ്ഞ് കിട്ടുന്ന വരുമാനം ഈ പറഞ്ഞ ബുക്ക് വാല്യൂ ആയ 10,000-ൽ കൂടുതലാണെങ്കിൽ there is no impairment. കിട്ടുന്ന വില കണക്കിൽ വെച്ചിരിക്കുന്നതിനേക്കാളും കൂടുതലാണെങ്കിൽ there is no impairment. Now, കോൺട്രറി, അതിന്റെ അടുത്ത വശം എന്ന് പറയുന്നത് എന്താണ്? 10,000 ബുക്ക് വാല്യൂ ഉണ്ട്, 9,000 എന്തുള്ളൂ? ദാറ്റ് ഈസ് യുവർ വാല്യൂ ഇൻ യൂസ്. സപ്പോസ് യു ഹാവ് ഓൺലി 8,500 ആസ് ദ നെറ്റ് സെയിൽ പ്രൊസീഡ്സ്, അല്ലെ നെറ്റ് സെല്ലിംഗ് പ്രൈസ് ആയിട്ട് വരുന്നത് 8,000, വാല്യൂ ഇൻ യൂസ് ആയിട്ട് പറയുന്നത് 9,000, ബുക്ക് വാല്യൂ അല്ലെങ്കിൽ ക്യാരിയിങ് എമൗണ്ട് എന്ന് പറയുന്നത് 10,000. അങ്ങനെയാണെങ്കിൽ ബുക്ക് വാല്യൂ ഇത് രണ്ടിനേക്കാളിലും കൂടുതലാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ there is impairment. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. So I'll repeat the second sentence. An asset is said to be impaired
if its carrying amount, what is the carrying amount? Book value is greater than the amount to be recovered either by way of using the asset in its business or by selling the asset. രണ്ടിനെക്കാളിലും കൂടുതലാണ് നമ്മൾ കണക്കിൽ എഴുതിയിരിക്കുന്ന വാല്യൂ എങ്കിൽ we have an impaired asset. Now, what is followed up? If the asset is impaired, the entity requires recognizing an impairment loss. അങ്ങനെയാണെങ്കിൽ എന്ത് റെക്കോർഡ് ചെയ്യണം? ഇമ്പയർമെന്റ് ലോസ് റെക്കോർഡ് ചെയ്യണം. That is the amount by which carrying amount of an asset exceeds its recoverable amount. അപ്പോൾ അവിടെ പുതിയ നമ്മൾ പഠിച്ച മൂന്നാമത്തെ ടെർമിനോളജി എന്തായിരുന്നു? റിക്കവറബിൾ എമൗണ്ട് ആയിരുന്നു. റിക്കവറബിൾ എമൗണ്ടിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഹയർ ഓഫ് നെറ്റ് സെല്ലിംഗ് പ്രൈസ് ഓർ വാല്യൂ ഇൻ യൂസ്. ഇത് രണ്ടിൽ ഏതാണോ കൂടുതൽ അത്. നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ബുക്ക് വാല്യൂ 10, വാല്യൂ ഇൻ യൂസ് എനിക്ക് തോന്നുന്നു ഞാൻ 9,000 എന്നാണ് പറഞ്ഞത്. നെറ്റ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 8,000 ആണ്. അതിൽ ഏറ്റവും കൂടുതൽ ഏതാണ്? 9,000 ആണ്. വാട്ട് ഈസ് ദ എക്സസ് ഓഫ് ക്യാരിയിങ് എമൗണ്ട് above the value in use? Value in use 9,000, carrying value എന്ന് പറയുന്നത് 10,000. അങ്ങനെയാണ് എത്ര കൂടുതലുണ്ട്? 1000 രൂപ കൂടുതലുണ്ട്. That is the impairment loss. Are we clear? So if the asset is impaired, the entity requires recognizing an impairment loss. That is the amount by which the carrying amount of an asset exceeds its recoverable value, recoverable amount. Are we clear? For this purpose, the standard, അതിൻ്റെ അകത്ത് പറയുന്നത് ഇതിനു വേണ്ടി 3 കാര്യങ്ങൾ പറയുന്നു. 1, requires that an impairment, I will clear this marking and then I'll highlight over here. Sorry. Right. So for this purpose, the standard requires that an impairment loss be recognized when an asset is impaired. എപ്പോഴാണ് ഇമ്പയർമെന്റ് ലോസ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത്? എപ്പോൾ ഇമ്പയർഡ് ആണെന്ന് മനസ്സിലാവുന്നോ, എപ്പോൾ അസറ്റ് ഇമ്പയർഡ് ആവുന്നോ അപ്പോൾ തന്നെ എന്ത് ചെയ്യണം? ഇമ്പയർമെന്റ് ലോസ് റെക്കോർഡ് ചെയ്തിരിക്കണം, റെക്കഗ്നൈസ് ചെയ്തിരിക്കണം. 2, specifies when an enterprise should reverse an impairment loss. ഇതിന്റെ കൂടെ എന്തുകൂടെ പറയുന്നുണ്ട്? എപ്പോഴാണോ ഇമ്പയർമെന്റ് കാണിക്കേണ്ടത് അത് പറയുന്നു. 2 പറയുന്നു when an enterprise should reverse an impairment loss. റിവേഴ്സ് ഓഫ് ഇമ്പയർമെന്റ് എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം. അപ്പൊ സ്റ്റാൻഡേർഡിന്റെ അകത്ത് അതും പറയുന്നുണ്ട്. ഇമ്പയർമെന്റ് എപ്പോഴാണ് കാണിക്കേണ്ടതെന്നും പറയുന്നുണ്ട്. റിവേഴ്സ് ഓഫ് ഇമ്പയർമെന്റ് ലോസ് എപ്പോഴാണെന്നും കാണിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇറ്റ് ടെൽസ് യു പ്രിസ്ക്രൈബ്സ് അപ്രോപ്രിയേറ്റ് ഡിസ്ക്ലോഷേഴ്സ്. മൂന്നാമതായിട്ട് എന്തുകൂടെ പറയുന്നു? ഇറ്റ് പ്രിസ്ക്രൈബ്സ് അപ്രോപ്രിയേറ്റ് ഡിസ്ക്ലോഷേഴ്സ്. എങ്ങനെയാണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്? ഇറ്റ് ഗീവ്സ് യു ദ എൻട്രി ഓൾസോ. എൻട്രി എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് പറയുന്നുണ്ട്. Okay, I hope it is clear. So the objective of the standard is to find out whether an asset is impaired. If it is impaired, impairment എങ്ങനെ കാണും? impairment loss എങ്ങനെ കാണും? അത് എങ്ങനെ recognize ചെയ്യണം? അല്ല recognition of the impairment loss has to be is specified in the standard. Secondly, it specifies when to and how to reverse an impairment loss. എങ്ങനെയാണ് എപ്പോഴാണ് റിവേഴ്സ് ചെയ്യേണ്ടത്, ഇമ്പയർമെന്റ് ലോസ് റിവേഴ്സ് ചെയ്യേണ്ടത്. 3, ഇറ്റ് ഓൾസോ പ്രിസ്ക്രൈബ്സ് ആൻ അപ്രോപ്രിയേറ്റ് ഡിസ്ക്ലോഷർ. ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് പാർട്ട്. ഇത് ഞാൻ നേരത്തെ എൻ്റെ നോട്ടിൻ്റെ അകത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. ബട്ട് ഐ എം ക്വിക്ലി ഗോയിങ് ത്രൂ യുവർ ടെക്സ്റ്റ് ബുക്ക് മെറ്റീരിയൽ ആസ് വെൽ. ഓക്കെ, നൗ ദ അതർ വൺ ഇസ് ദ ക്യാരിയിങ് എമൗണ്ട്. ക്യാരിയിങ് എമൗണ്ട് എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. എന്തായിരുന്നു? ദാറ്റ് ഈസ് യുവർ ബുക്ക് വാല്യൂ. ദാറ്റ് ഈസ് വാട്ട് ഇസ് ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ്. നിങ്ങളുടെ ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണോ കാണിച്ചിരിക്കുന്നത് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്യാരിയിങ് എമൗണ്ട് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, the asset is shown in the balance sheet at its costless accumulated depreciation or amortization and accumulated impairment losses. നേരത്തെ നമ്മൾ പറഞ്ഞു ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് കോസ്റ്റ്ലെസ് അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ആണെന്ന് പറഞ്ഞു. ഇവിടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. മുൻപ് എപ്പോഴെങ്കിലും ഇമ്പയർമെന്റ് ലോസസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കുറച്ച് കഴിഞ്ഞിട്ടുള്ളതായിരിക്കണം ബാലൻസ് ഷീറ്റ് വാല്യൂ അല്ലെങ്കിൽ ക്യാരിയിങ് എമൗണ്ട് എന്ന് പറയുന്നത്. സോ only one change to whatever we have discussed, or one addition to whatever we have discussed, that is costless accumulated depreciation. ഡിപ്രീസിയേഷൻ ആവാം, അമോർട്ടൈസേഷൻ ആവാം, അത് എന്താണോ അസറ്റിന്റെ നേച്ചർ അനുസരിച്ച് അതാകാം. മൈനസ് യുവർ അക്യൂമുലേറ്റഡ് ഇമ്പയർമെന്റ് ലോസസ്. ഇത്രയും കാലത്ത് എന്തെങ്കിലും ഇമ്പയർമെന്റ് ലോസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കുറയ്ക്കുക. ഓക്കെ,
റൈറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് ഇനി അതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞ ഇക്വേഷൻ, ഇമ്പയർമെന്റ് ലോസ് കാണുന്ന ഇക്വേഷൻ എങ്ങനെയായിരുന്നു? ക്യാരിയിങ് എമൗണ്ട് മൈനസ് റിക്കവറബിൾ എമൗണ്ട്. സോ വാട്ട് ഇസ് ദ നെക്സ്റ്റ് തിങ് ഇസ് ദ റിക്കവറബിൾ എമൗണ്ട്. റിക്കവറബിൾ എമൗണ്ടിൽ നമ്മൾ പറഞ്ഞു ദർ ആർ ടു ആസ്പെക്ട്സ് ടു ഇറ്റ്, ദാറ്റ് ഈസ് നെറ്റ് സെല്ലിംഗ് പ്രൈസ് ആൻഡ് വാല്യൂ ഇൻ യൂസ്. ഓക്കെ, those are the two elements, whichever is higher. നെറ്റ് സെല്ലിംഗ് പ്രൈസ് വാല്യൂ ഇൻ യൂസിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ അതാണ് നമ്മൾ ക്യാരിയിങ് എമൗണ്ടിൽ നിന്നും കുറയ്ക്കുക. or other way, value in use is greater than net selling price. If that is the case, you deduct the higher of these two from carrying amount. ഏറ്റവും കൂടുതൽ ഏതാണോ അതാണ് നമ്മൾ ക്യാരിയിങ് എമൗണ്ടിൽ നിന്ന് കുറയ്ക്കുക എന്ന് മാത്രം ഓർത്തിരിക്കുക. ഓക്കെ, നെറ്റ് സെല്ലിംഗ് പ്രൈസും വാല്യൂ ഇൻ യൂസിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇനി പറയും. വാല്യൂ ഇൻ യൂസ് ഓൾറെഡി ഞാൻ പറഞ്ഞു എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ലാസ്റ്റ് വീഡിയോ. That is, value in use is equal to present value of future cash flows arising from the use of asset. അതാണ് നമ്മൾ വാല്യൂ ഇൻ യൂസ് ആയിട്ട് എടുക്കുക. നെറ്റ് സെല്ലിംഗ് പ്രൈസും നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഇതിവിടെ എടുത്ത് പറയുന്നുണ്ട്. നെറ്റ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ എമൗണ്ട് ഒബ്റ്റെയിനബിൾ ഫ്രം ദ സെയിൽ ഓഫ് ആൻ അസറ്റ് ലെസ് കോസ്റ്റ് ഓഫ് ഡിസ്പോസൽ. അല്ലേ, എന്താണോ അതിന് നമുക്ക് ഡിസ്പോസലിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെലവാകുന്നോ, sorry, that is estimated selling price minus estimated cost of disposal. ആ കച്ചവടം നടക്കാൻ വേണ്ടി ഉണ്ടാവുന്ന അഡീഷണൽ ചെലവുകൾ കച്ചവടം നടത്തി കിട്ടുന്ന പൈസയിൽ നിന്നും കുറയ്ക്കണം. ദാറ്റ് ഈസ് യുവർ NSP. ഓക്കെ, അതിൻ്റെ അകത്താണ് നമ്മൾ ആംസ് ലെങ്ത് ട്രാൻസാക്ഷൻ ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അതുപോലെ തന്നെ ഇവിടെ നെറ്റ് സെല്ലിംഗ് പ്രൈസ് ഇപ്പം ഡീറ്റെയിൽഡ് ആയിട്ട് പോവാണ്. നെറ്റ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എങ്ങനെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതുകൊണ്ട് എൻ്റെ നോട്ടിൽ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ അടുത്ത സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സ്റ്റിൽ ഐ വിൽ ഗോ ത്രൂ ഇറ്റ്. നെറ്റ് സെല്ലിംഗ് പ്രൈസ് ഇസ് എമൗണ്ട് ഒബ്റ്റെയിനബിൾ ഫ്രം ദ സെയിൽ ഓഫ് ആൻ അസറ്റ് ലെസ് കോസ്റ്റ് ഓഫ് ഡിസ്പോസൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ അത് പറയുന്നു സോഴ്സസ് ആൻഡ് ബേസിസ് ഓഫ് നെറ്റ് സെല്ലിംഗ് പ്രൈസ് ക്യാൻ ബി. ഏതൊക്കെയാകാം നെറ്റ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്? സപ്പോസ് ഐ ഹാവ് എൻ അഗ്രീഡ് കോൺട്രാക്ട് വിത്ത് സംബഡി എൽസ് ഫോർ ദ പെർട്ടിക്കുലർ പ്രൈസ്. അങ്ങനെയാണെങ്കിൽ ആ എഗ്രീഡ് പ്രൈസ്, ബൈൻഡിങ് ആയിട്ടുള്ള എഗ്രീഡ് പ്രൈസ് അല്ലെങ്കിൽ സെയിൽ എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്നത്, അതാണ് അവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത്, ബൈൻഡിങ് സെയിൽ എഗ്രിമെന്റ്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ, if I have a customer and I have already agreed upon with the customer on a specified rate for sale, that rate which is specified in the agreement is called as a binding സെയിൽ എഗ്രിമെന്റ്. അപ്പോൾ അതായിരിക്കും അവിടുത്തെ NSP ആയിട്ട് നമ്മൾ എടുക്കുക. ഓക്കെ, ഓർ if there is an active market for trading on such assets, വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ഉണ്ടെങ്കിൽ ആ മാർക്കറ്റിലെ എന്താണ് ഇപ്പോൾ ഉള്ള വില, ആക്റ്റീവ് മാർക്കറ്റ് ഉള്ളതാണെങ്കിൽ, എല്ലാ പ്രോഡക്ട്സിനും ആക്റ്റീവ് മാർക്കറ്റ് ഉണ്ടാവണമെന്നില്ല, എല്ലാ അസറ്റ്സിനും ആക്റ്റീവ് മാർക്കറ്റ് ഉണ്ടാവണമെന്നില്ല. ബട്ട് ഇഫ് ദാറ്റ് പെർട്ടിക്കുലർ അസറ്റ് വിച്ച് യു ആർ ട്രൈങ് ടു സെൽ, if it has an active market, find out what is the value in the market. അതാണ് സെക്കൻഡ് ആയിട്ട് NSP എടുക്കാവുന്ന ഓപ്ഷൻ. തേർഡ് is beta estimate based on information. നമ്മൾ ബീറ്റ കാൽക്കുലേഷൻ, റിസ്ക് വെച്ചുകൊണ്ട് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക, അങ്ങനെയും ആകാം. ഈ 3 കാര്യങ്ങളാണ് ടെക്സ്റ്റിൽ പറയുന്നത്. വാല്യൂ ഇൻ യൂസിനെ കുറിച്ചും ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. വാല്യൂ ഇൻ യൂസ് ഞാൻ ഓൾറെഡി നമ്മൾ പറഞ്ഞാണ് പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് അറൈസിങ് ഫ്രം യൂസ് ഓഫ് അസറ്റ്സ് ആയിരുന്നു നമ്മൾ വാല്യൂ ഇൻ യൂസ് ഓഫ് ആൻ അസറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. ഇവിടെ അത് തന്നെയാണ് പറയുന്നത്. എസ്റ്റിമേറ്റഡ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ അറൈസിങ് ഫ്രം യൂസ് ഓഫ് അസറ്റ് പ്ലസ് ഒരു ആസ്പെക്റ്റോട് വരുന്നത് എന്താണ്, പ്ലസ് റെസിഡ്യുവൽ പ്രൈസ്, ദാറ്റ് ഈസ് സ്ക്രാപ്പ് വാല്യൂ അറ്റ് ദ എൻഡ് ഓഫ് ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ്. എന്തൊക്കെയുണ്ട്, എനിക്കൊരു അസറ്റ് ഉപയോഗിക്കുമ്പോൾ അതിന് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏർണിംഗ് അല്ലെങ്കിൽ റവന്യൂ, അതിൻ്റെ കൂടെ ഈ അസറ്റ് അവസാനം ലൈഫ് കഴിയുമ്പോൾ നമ്മൾ സ്ക്രാപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന വില, ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് വാല്യൂ ഇൻ യൂസ് എന്നുള്ളതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ പ്രസന്റ് വാല്യൂ, പിന്നെ അതിൻ്റെ എല്ലാം നമ്മൾ എന്ത് കാണണം, നമുക്കറിയാം നമ്മൾ ഇന്ന് മുതൽ ആ മെഷീൻ 5 വർഷത്തേക്ക് ഉപയോഗിക്കാം എന്ന് പറയുകയാണെങ്കിൽ യു ആർ ഗെറ്റിംഗ് റവന്യൂ ആഫ്റ്റർ year 1, year 2, year 3, year 4, year 5. ഓൾ ദീസ് ആർ ഹാപ്പനിങ് ഇൻ ഫ്യൂച്ചർ. അപ്പോൾ ആ ഫ്യൂച്ചറിൽ കിട്ടുന്ന ക്യാഷ് ഫ്ലോസിന്റെ ഇന്നത്തെ വില അറിയണമെങ്കിൽ what do we do? We find out the present value. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രസന്റ് വാല്യൂ ഇസ് കാൽക്കുലേറ്റഡ് ബൈ അപ്ലൈയിങ് ഡിസ്കൗണ്ട് റേറ്റ്
അല്ലേ? നമ്മൾ FM-ലും SAPM-ലും ഒക്കെ പഠിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് ഡിസ്കൗണ്ട് റേറ്റ് കൊണ്ട് നമ്മൾ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസിനെ ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് പ്രസന്റ് വാല്യൂ കിട്ടും. അതാണ് ഇവിടെയും ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് അപ്പോൾ നമുക്കറിയാം ഭാവിയിൽ ഒരു മെഷീൻ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റ് വിറ്റ് എത്ര ക്യാഷ് ഫ്ലോ വരും എന്നുള്ളത് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പാടാണ്. ഒരു വർഷം കഴിഞ്ഞുള്ള വില, 2 വർഷം കഴിഞ്ഞുള്ള വില, ഇതൊക്കെ നമുക്ക് ടെക്നിക്കലി പ്രാക്ടിക്കൽ സൈഡിൽ ദർ ഇസ് ലോട്ട് ഓഫ് ഡിഫിക്കൽട്ടി. അതിനുള്ള ഓപ്ഷൻസ് ആണ് പിന്നീട് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താ ആദ്യം പറഞ്ഞിരിക്കുന്നത്? റീസണബിൾ ആൻഡ് സപ്പോർട്ടബിൾ അസംഷൻ ഫോർ റിമൈനിങ് യൂസ്ഫുൾ ലൈഫ് ഓഫ് ദി അസറ്റ്. ന്യായവും ന്യായീകരിക്കാൻ പറ്റുന്നതുമായ ഒരു ലൈഫ് ഉണ്ടാവുമല്ലോ അസറ്റിന്, അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു അസംഷൻ. ഇത്ര വർഷം, 5 വർഷം എന്നുള്ളതാണെങ്കിൽ അത്. ഓക്കെ. സെക്കൻഡ്, മോസ്റ്റ് റീസൺ ഫിനാൻഷ്യൽ ബഡ്ജറ്റ്. ബഡ്ജറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് കാണും ഇത്ര വരുമാനം കിട്ടും എന്നുള്ളതൊക്കെ. ഓർ ഫോർകാസ്റ്റ്, ബഡ്ജറ്റോ ഫോർകാസ്റ്റോ മാനേജ്മെന്റ് അപ്രൂവ്ഡ് ആയിരിക്കണം. അതനുസരിച്ച് ഇപ്പോൾ അവർ പറയണ ഒരു വർഷം കഴിയുമ്പോൾ ഇതിന് 15 രൂപ വെച്ച് കിട്ടും, ഒരു യൂണിറ്റിന് 15 രൂപ വെച്ച് കിട്ടും എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എ ബഡ്ജറ്റ് അല്ലെങ്കിൽ ഫോർകാസ്റ്റ്. ആ ബഡ്ജറ്റ് ഓഫ് ഫോർകാസ്റ്റ് വിച്ച് ഇസ് അപ്രൂവ്ഡ് ബൈ ദ മാനേജ്മെന്റ് ക്യാൻ ബി ടേക്കൺ ആസ് യുവർ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ്. തേർഡ് ഇസ് ക്യാഷ് ഫ്ലോ പ്രൊജക്ഷൻ beyond the period covered by the recent financial budget or forecast should not exceed the long-term growth rate of the product or industries in a countries in which enterprise operates. ഇപ്പൊ ഈ പറഞ്ഞ നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു കമ്പനിയുടെ ബഡ്ജറ്റോ അവരുടെ ഫോർകാസ്റ്റോ നോക്കാം എന്ന് പറയുമ്പോൾ there is a condition to that. Condition is it should not exceed the long-term growth rate of the product. Growth rate of the product-നെക്കാട്ടിലും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുടെ ഗ്രോത്തിനെക്കാട്ടിലും ഈ എന്റർപ്രൈസ് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന പ്രൊജക്ഷൻ കൂടാൻ പാടില്ല. ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് നമ്മൾ കണ്ടീഷൻസ് ആയിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. Okay, I'll stop this at this stage and then I'll do the next video.